ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദ്യമേ തന്നെ ഈ തിരുവൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ലിയ, വീട് കണ്ണൂരാണ്. തലശ്ശേരി രൂപതയിലെ പേരാവൂർ സെൻറ്റ് ജോസഫ്സ് ഫൊറോന ഇടവകാംഗമാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ദിവസം പറഞ്ഞ 2 നിയോഗങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് ഈ വർഷത്തെ ക്രിസ്മസിന് 2024 ഡിസംബർ 31 ഞാൻ കഴിഞ്ഞ വർഷം 2023 നവംബർ 16-ാം തീയതി ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റ് ആയിരുന്നു അത്. ഞാൻ മറന്നുപോയെങ്കിലും മറന്നു പോകാതെ എൻ്റെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ അത് പറയുന്നതിന് മുൻപ് വലിയ ഒരു അത്ഭുതം കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടാണ് എന്നെ ഈ തിരുവൾത്താരയിലേക്ക് ഉടമ്പടി എടുക്കുവാൻ കൊണ്ടുവന്നത്. അത് പറയാതെ എനിക്ക് രണ്ടാമത് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ പറ്റില്ല. ആദ്യമേ തന്നെ പറയാൻ പോകുന്നത് എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ അനുഗ്രഹമാണ്. 2020 ഒക്ടോബർ മാസം, മാതാവിൻ്റെ കൊന്തമാസം, ഞാൻ പ്രഗ്നൻ്റ് ആകുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ആഗ്രഹിച്ച സമയത്ത് തന്നെ, കാരണം ഞാനൊരു ഫുൾ ടൈം PhD സ്കോളറാണ് MG യൂണിവേഴ്സിറ്റിയിൽ. PhD സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു PhD ഒരു കോഴ്സ് വർക്കൊക്കെ കഴിയുന്ന ടൈമിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം ഉള്ളത്. കറക്റ്റ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൺസീവായി. ഒക്ടോബർ മാസം കൊന്തമാസത്തിലായിരുന്നു അത്. വളരെ സന്തോഷത്തോടു കൂടി ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നു. ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോഴാണ് ഡോക്ടർ എന്നോട് പറയുന്നത് എൻ്റെ യൂട്രസിൽ 7x6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഫൈബ്രോയിഡ് ഉണ്ട്. അതിരിക്കുന്നത് യൂട്രസിനും യൂറിനറി ബ്ലാഡറിനും കൂടെ ഇടയിലാണ്, കുഞ്ഞ് പുറത്തേക്ക് വരുന്ന വഴിയിലാണ്. അതുകൊണ്ട് ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സിസേറിയൻ മസ്റ്റായിട്ടും വേണ്ടി വരും. ഡെലിവറിയുടെ സമയത്ത് ബ്ലീഡിങ്, മറ്റ് കോംപ്ലിക്കേഷൻസ്, അതിനൊക്കെ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ അച്ഛയുടെ ബ്രദറിൻ്റെ വൈഫ് ആൻറ്റി ഒരു ഡോക്ടറാണ്. ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. ആൻറ്റി എന്നോട് പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, കൃപാസന മാതാവുണ്ട്. ഞാൻ ആ സമയത്ത് കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. മാതാവിൻ്റെ തൈലം പുരട്ടി ആൻറ്റി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കോവിഡിൻ്റെ സമയത്തായിരുന്നു എൻ്റെ ഡെലിവറി. ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ PhDയുടെ വർക്കുകളെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻറ്റി എനിക്ക് തൈലം തന്നിരുന്നു. അതുപയോഗിച്ച് PhDയുടെ വർക്കുകളെല്ലാം 9ാമത്തെ മാസം വരെ എനിക്ക് ചെയ്യാൻ പറ്റി. ജൂണിലാണ് ഞാൻ റെസ്റ്റിനായിട്ട് വീട്ടിലോട്ട് പോകുന്നത്. ആ ദിവസങ്ങളിലൊക്കെയും ആൻറ്റി എന്നെ വൈകിട്ട് കാണാൻ വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. എല്ലാവരുടെയും മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആവും, ബ്ലീഡിങ് ആവും എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്ന് പലരും വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ പറഞ്ഞെങ്കിലും എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഒരു സിസ്റ്റർ ഡോക്ടറായിരുന്നു. ക്രിസ്തുരാജ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഡെലിവറി നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേയുടെ അന്ന് എൻ്റെ ഡോക്ടർ OP വരെ ക്യാൻസൽ ചെയ്ത് എന്നെ ഒറ്റയ്ക്ക് അവിടെ അഡ്മിറ്റ് ചെയ്തു. ലേബർ റൂമിലേക്ക് മാതാവിൻ്റെ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടിയാണ് എൻ്റെ ആൻറ്റിയും അമ്മയും ഹസ്ബൻഡും കൂടെ എന്നെ വിടുന്നത്. ഇവിടെ ഇരുന്ന് ഡെലിവറി കഴിഞ്ഞ എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുമ്പം 1, 2, 3 ദിവസം ലേബർ പെയിൻ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഇത്രയും വലിയൊരു ഫൈബ്രോയിഡ് വെച്ചുകൊണ്ട് വെറും 1 അവർ ലേബർ പെയിൻ, എനിക്കതൊരു പെയിനായിട്ട് തോന്നുന്നേ ഇല്ലായിരുന്നു. കാരണം എല്ലാ മാസവും പീരീഡ്സിൻ്റെ സമയത്ത് അതിൽ കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ലേബർ പെയിൻ ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ നോർമൽ ഡെലിവറിയിലൂടെ ഒരു തുള്ളി ബ്ലീഡിങ് പോലും ഇല്ലാതെ അവളെ പ്രസവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അവൾക്കിന്ന് 3.5 വയസ്സുണ്ട്. കുഞ്ഞിനെ കൊണ്ടുവരണമായിരുന്നു, പക്ഷേ ഞാൻ കോളേജിൽ നിന്ന് നേരിട്ട് വന്നുകൊണ്ട് എനിക്ക് എൻ്റെ വീട് കണ്ണൂരായതുകൊണ്ടും എനിക്ക് മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതിന് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. അവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അതിനുശേഷം കുഞ്ഞ് വളർന്ന് അവൾക്കൊരു 2 വയസ്സ് 2.5 വയസ്സായതിനു ശേഷം ഈ ഉടമ്പടിയിലെ എല്ലാ നിയോഗങ്ങളും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എനിക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന ഒരു ബോധ്യം വന്നപ്പം 2023 നവംബർ 16 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ എടുക്കാനുണ്ടായൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ PhD ചെയ്യുകയെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചെയ്യുന്ന ടോപ്പിക്ക് എക്കണോമിക്സിലാണ്, ട്രൈബൽ ഡെവലപ്മെൻ്റ് ആണ്. ഇച്ചിരി വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അനാലിസിസ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഒരു രീതിയിലും അനാലിസിസ് മുന്നോട്ട് പോകുന്നില്ല,
എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന രീതിയിൽ 2024 ഡിസംബർ 31 മുമ്പ് എൻ്റെ പ്രീ സബ്മിഷൻ കഴിഞ്ഞു കിട്ടണം എന്ന് ഞാൻ അന്ന് ആദ്യം നിയോഗം വെച്ചു. രണ്ടാമത്തെ എൻ്റെ നിയോഗം, ഞാൻ പ്രീ സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഏതെങ്കിലും ഒരു ജോലിയുടെ ലിസ്റ്റിൽ, ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ അംഗമായിരിക്കണം. ആ സമയത്ത് ഞാൻ ഒരു ആപ്ലിക്കേഷനും കൊടുത്തിട്ടില്ല, ഒരു എക്സാമും എഴുതിയിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ആ ദിവസം ഞാൻ ഇവിടുന്ന് നിയോഗമൊക്കെ എഴുതി സമർപ്പിച്ചിട്ട് പോകുന്ന ആ ദിവസം എൻ്റെ അമ്മ മാതാവ് എൻ്റെ മനസ്സിലൊരു ഡേറ്റ് പറഞ്ഞു തന്നു. അത് 2024 ഡിസംബർ 14. സത്യം പറഞ്ഞാൽ ഇവിടെ ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം ഓരോരുത്തർ ഓരോ ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ നടക്കും, ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ വരുമെന്നൊക്കെ. പക്ഷേ എൻ്റെ മനസ്സിൽ വന്ന ഡേറ്റ് 2024 ഡിസംബർ 14. ഞാനത് ആരോടും പറഞ്ഞില്ല. എൻ്റെ പേഴ്സണൽ പ്രെയറിൻ്റെ ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ ഞാനത് ആ ദിവസം തന്നെ കുറിച്ച് വെച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്താണ് ആ ഡേറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്താണ് വരാൻ പോകുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എഴുതിയ നിയോഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ആ ദിവസത്തിന് മുമ്പ് എൻ്റെ PhD സബ്മിഷൻ കഴിഞ്ഞിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വീട്ടിൽ ചെന്നു. ഞാൻ ഇവിടുത്തെ നമ്മുടെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന 100% ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റും. ആ രീതി ഞാൻ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. മാതാവിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഈ ലോക്കറ്റ് എൻ്റെ കഴുത്തിൽ നിന്ന് മാറ്റിയാൽ എനിക്ക് PhD ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അത് വെച്ച് ഞാൻ എൻ്റെ പ്രവൃത്തികൾ മുന്നോട്ട് പോയി. എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി. ത്രൂ ഔട്ട് PhD ജേർണിയിൽ മാതാവ് ഓരോ സ്റ്റേജിലും ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ കിട്ടേണ്ട സമയത്ത് അനുയോജ്യമായിട്ടുള്ള ആളെ അവിടെ ഉൾപ്പെടുത്തിയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തും എന്നെ PhD പീരീഡിൽ മാതാവ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗൈഡിനെയായിരുന്നു എനിക്ക് കിട്ടിയത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഫസ്റ്റ് പുതുക്കലിന് ഞാനിവിടെ വരുന്നു 2024 മാർച്ചിൽ. അന്ന് പുതുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്, അവൻ എനിക്കൊരു നോട്ടിഫിക്കേഷൻ അയച്ചു തന്നു. സെൻട്രൽ ഗവൺമെൻറ് ഓൾ ഇന്ത്യ UPSC നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എക്കണോമിക്സ് ഓൾ ഇന്ത്യ 2 വേക്കൻസിയാണുള്ളത്, നീ അപ്ലൈ ചെയ്തോ, PhD ഒക്കെ കഴിയാറായല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ചിരിയാണ് വന്നത്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഓൾ ഇന്ത്യ 2 വേക്കൻസി, UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത് എക്കണോമിക്സിൽ ഒത്തിരി പേര് കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പം എത്ര പേരുണ്ടാവും, യൂണിയൻ ടെറിട്ടറീസിലും സ്റ്റേറ്റ്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും. എങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. 2-3 ദിവസത്തെ ഒരു പ്രൊസീജിയറായിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക. PhD സ്ട്രെസ്സിൽ നിൽക്കുമ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്യുന്നു. ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയി. ഞാൻ വീണ്ടും എൻ്റെ PhD വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നു. UPSC മെസ്സേജാണ്, ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് സൈറ്റിൽ. ഞാൻ കയറി നോക്കുമ്പം എൻ്റെ നമ്പർ 96 ആണ്. അതിലൊരു കോയിൻസിഡൻസ് പറയാനുണ്ട്. ഞാൻ ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ 9669 ഈ നമ്പർ കാണുമായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 6 ആണ്. അപ്പം ഞാൻ വിചാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമെന്ന്. എൻ്റെ ഇൻ്റർവ്യൂവിലെ റോൾ നമ്പർ 96 ആയിരുന്നു. എൻ്റെ റോൾ നമ്പർ റിജക്റ്റഡ് എന്നാണ് കാണിച്ചത്. അവർ റീസൺ പറഞ്ഞത് UGC സർട്ടിഫിക്കറ്റ്, നെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നായിരുന്നു റീസൺ പറഞ്ഞത്. പക്ഷേ നമുക്കതിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ മെയിൽ അയക്കായിരുന്നു. അതനുസരിച്ച് എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഒരു റിട്ടേൺ മെയിൽ UPSCക്ക് അയക്കുന്നു. പിന്നെയും ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രീ സബ്മിഷന് കയറുമ്പം എനിക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട് ലിസ്റ്റ് വരണം. ഒരിക്കലും UPSC ഒരു ഷോർട്ട് ലിസ്റ്റ് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോയി. ഒരു ദിവസം രാത്രി ഹസ്ബൻഡ് പറഞ്ഞു 16 പേരുടെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് UPSC സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലെൻ്റെ നമ്പറുണ്ട് 96. ശരിക്കും ഒരു ഷോക്കായിരുന്നു. കാരണം ഓൾ ഇന്ത്യ 16 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഞാൻ വന്നിരിക്കുന്നു. അപ്പം വിചാരിച്ചു UPSC സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന UPSC ഓഫീസ് ഡൽഹി വെച്ചിട്ടാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഡൽഹിയിലല്ലേ, പോയി ഡൽഹിയൊക്കെ കണ്ടിട്ട് വരാം എന്നൊരു ഇതിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഹസ്ബൻഡ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഡേറ്റ് ഡിസംബർ 14, 2024 ആയിരുന്നു. അതായത് ഞാനിവിടെ ഉടമ്പടി എടുത്ത ദിവസം 2023 നവംബർ 16 മാതാവ് എൻ്റെ മനസ്സിൽ കാണിച്ചു തന്ന ഡേറ്റ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എൻ്റെ പ്രെയർ ബുക്കിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ട് ആ ഡേറ്റ് അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ചു 2 വേക്കൻസി ആണെങ്കിലും കുഴപ്പമില്ല, ഇത് എനിക്കുള്ളത് തന്നെയായിരിക്കും. കാരണം ആ കറക്റ്റ് ഡേറ്റിലാണ് ഞങ്ങൾ ഡൽഹിക്ക് പോയത്. 16 ഇൻ്റർവ്യൂ. അവിടെ ചെന്ന് കണ്ട് അവിടുത്തെ സാഹചര്യം കണ്ടപ്പോഴത്തേക്കും എല്ലാ കോൺഫിഡൻസും മാതാവ് മനസ്സിൽ തന്ന ധൈര്യം എല്ലാം പോയി. കാരണം എല്ലാവരും ഒരുപാട് സീനിയർ ആയിട്ടുള്ളവരാണ്.
PhD കംപ്ലീറ്റ് ആയിട്ടുള്ളവരാണ്, പബ്ലിക്കേഷൻസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ദൈവം അനുഗ്രഹിച്ച് ത്രൂ ഔട്ട് ഈ PhD ജേർണിയിൽ എനിക്ക് ആപ്റ്റായിട്ടുള്ള പബ്ലിക്കേഷൻസും എക്സ്പീരിയൻസും ഒക്കെ തന്നിരുന്നു. അതിൻ്റെ ഒരു കോൺഫിഡൻസ് മാതാവ് എനിക്ക് തന്നിരുന്നു. അത് മാത്രമേ കയ്യിലുള്ളൂ. സബ്ജക്റ്റൊക്കെ ടച്ച് വിട്ടിരിക്കുക. കാരണം ഇവിടെ ഈ പ്രൊഫഷനിലുള്ളവർക്കറിയാം, നമ്മൾ PhD ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമായിരിക്കും നമ്മുടെ തലയിലുണ്ടാവുക. സബ്ജക്റ്റിൻ്റെ ടച്ചൊക്കെ പോയി, തിയറിയൊക്കെ പോയി. അങ്ങനെ ആദ്യത്തെ സെക്ഷനിൽ ലാസ്റ്റത്തെ ആളായിരുന്നു ഞാൻ. ആദ്യം കയറി ഇറങ്ങിയവരൊക്കെ പറഞ്ഞു ഇൻ്റർവ്യൂ വളരെ സിമ്പിളാണ്, പിന്നെ സീനിയർ ആയിട്ടുള്ള പ്രോസസ്സാണ് ഇരിക്കുന്നത്, പക്ഷേ നമ്മൾ എന്ത് പറയുന്നു അതിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞാൻ PhD സബ്മിഷനൊക്കെ കഴിഞ്ഞല്ലോ 11-ാം തീയതി. മാതാവ് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഡിസംബർ 11-ന് എൻ്റെ PhDയുടെ പ്രീ സബ്മിഷൻ കഴിഞ്ഞു. അതായിരുന്നു ആദ്യത്തെ അനുഗ്രഹം. അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പം മാതാവ് എൻ്റെ കൂടെയുണ്ട്. TCC എന്നായിരിക്കും ചോദിക്കുന്നതെന്ന് വിചാരിച്ച് കയറിയ എന്നോട് അവർ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഏതൊക്കെ പേപ്പേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ വായിൽ നിന്ന് ഏറ്റവും ടഫായിട്ടുള്ള 3 പേപ്പേഴ്സാണ് വന്നത്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരു 20-25 മിനിറ്റ് കണ്ടിന്യൂസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒരു രക്ഷയില്ല, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇൻ്റർവ്യൂവിന് പോകുമ്പം എപ്പോഴും എൻ്റെ കഴുത്തിൽ ഈ ഉടമ്പടി കാശ് രൂപം മാലയിൽ ഇടരുതെന്ന് പറയും. പക്ഷേ ഇത് മാറ്റിയാൽ എൻ്റെ സകല കോൺഫിഡൻസും പോകുന്നതുകൊണ്ട് ഞാൻ ഇതുമായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. പക്ഷേ UPSCയുടെ ഇൻ്റർവ്യൂവിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സ് ഫുള്ള് ഊരി മേടിക്കും. അപ്പം ഞാൻ ഉടമ്പടി ഉപ്പ് ഒരു ചെറിയ കടലാസി പൊതിഞ്ഞ് എൻ്റെ ജാക്കറ്റിൽ വെച്ചിരുന്നു. അത് മാത്രമായിരുന്നു. ഞാൻ അതിൽ പിടിച്ചുകൊണ്ട് മാതാവിനോട് ചോദിച്ചു, എന്നാലും ഇത്രയും പൈസ മുടക്കി ഒരു പ്രതീക്ഷയില്ലാത്തതാണ്. നമ്മൾ PSC ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കും, UPSC ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടം വരെ എത്തിച്ചിട്ട് വെറുതെ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന രീതിയിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ മാതാവിനോട് അന്ന് ഈ ടൈമിലൊന്നുമല്ല, ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു 2024 ക്രിസ്മസിന് മുമ്പ് എനിക്കൊരു സമ്മാനം തരണേന്ന്. 2023 ഡിസംബർ 24-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം UPSCയുടെ സൈറ്റിൽ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്തു. ഓൾ ഇന്ത്യയിൽ 2 വേക്കൻസി ആയിരുന്നു. അതിലൊന്ന് എനിക്ക് മാതാവ് തന്നു. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, എൻ്റെ ഗൈഡ് എല്ലാവരും പറഞ്ഞു കിട്ടും നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പറയുമല്ലോ, അതുപോലെ പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും അറിയാം. ഹസ്ബൻഡ് ഇപ്പോഴും പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ വന്നിട്ട് ആ സാഹചര്യമൊക്കെ കണ്ട് എല്ലാവരും മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ളവരൊക്കെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നു നോട്ട് ബൈ മൈ മെറിറ്റ്, ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് മാത്രമാണ് ജോസഫ് അച്ഛൻ പറയുന്ന പല കാര്യങ്ങളുടെയും അർത്ഥം എനിക്ക് ഈ 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുമായിരുന്നു. നമ്മുടെ കുറവുകൾ എവിടെയാണോ അവിടെയാണ് നിറവുകളുമായിട്ട് മാതാവ് വരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റിൻ്റെ ബേസിക് നോളജ് മറന്നുപോയി. ഞാൻ 5 വർഷം PG ലെവലിൽ വർക്ക് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് സബ്ജക്റ്റ് എല്ലാം അറിയായിരുന്നു. ആ സമയത്ത് ഞാൻ എയ്ഡഡ് കോളേജുകളുടെ ഇൻ്റർവ്യൂവിന് പോയിട്ട് പോലും പല കാരണങ്ങൾ കൊണ്ട്, പെർഫോം ചെയ്യാത്തതുകൊണ്ടല്ല, എന്നെ റിജക്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരുപാട് വിഷമമായിരുന്നു. കാരണം ദൈവം അനുഗ്രഹിച്ച് PGക്ക് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് എൻ്റെ മാതാവ് എനിക്ക് തന്നു. PG കംപ്ലീറ്റ് ചെയ്ത അതേ വർഷം തന്നെ ഞാൻ UGC നെറ്റ് ക്വാളിഫൈ ചെയ്തു. ഒരു ലാഗും വരാതെ 5 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും പേപ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് പല കോളേജുകളും നെഗ്ലക്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ മാതാവ് ഈ ഒരു ത്രൂ ഔട്ട് ഞാൻ ആ പഠനം തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത് ഞാൻ വിചാരിക്കാത്ത ഒന്നായിരുന്നു. മാതാവിനും ഈശോയ്ക്കും ദൈവത്തിനും നന്ദി ഞാൻ പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യുമായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് PhDയുടെ ഇടയ്ക്ക് പത്രം മേടിച്ച് വളരെ വിഷമിച്ച് കൊണ്ടുപോയി. കൂടുതലും ഞാൻ ഹിന്ദുസ് ആയിട്ടുള്ളവരുടെ ഇടയിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ പോയി ചെയ്യുമായിരുന്നു. എൻ്റെ PhDയുടെ ഇടയ്ക്ക് ടൈം ഇല്ലെങ്കിലും എനിക്കിങ്ങനെ എന്നെ വീട്ടിൽ തന്നെ എല്ലാവരും പറയുമായിരുന്നു, നിനക്ക് ഇവിടെയൊക്കെ കൊടുത്താൽ പോരെ. ഞാൻ ഓരോരോ ഏരിയ ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കാൻ പോയ സമയത്ത് ഒരു ദിവസം അത് കൊടുത്തു കഴിഞ്ഞ് അന്നാണ് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് വരുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ കാർഡിൽ ഡേറ്റ് 16, പിന്നെ 6+1 നമ്പറുകളുടെ ഒരു ഇതായതുകൊണ്ട് ഞാൻ പറയുവാണ്. 16 എന്നുള്ളൊരു ഡേറ്റും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഡേറ്റ്, ഷോർട്ട് ലിസ്റ്റ് വന്നത് ഞങ്ങൾ 16 പേരാണ്. അതിനുശേഷം 16-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ എല്ലാ തരത്തിലും അനുഗ്രഹിച്ച മാതാവിന് നന്ദി പറയുന്നു. യെശയ്യാ 43:1 യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ലിയ ജോയി എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചതു മുതൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അത്ഭുതത്തോടെ
അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ കൃപാസന മാതാവിനെ പരിചയപ്പെട്ടത് നമ്മോട് ആദ്യം സൂചിപ്പിച്ചു. മകൾ പഠിക്കുന്നത് ചങ്ങനാശ്ശേരിയിലും വീട് കണ്ണൂരുമാണ്. അതുകൊണ്ടാണ് കൂടെ ഇന്ന് കുഞ്ഞില്ലാതെ ഈ അൾത്താരയിൽ നിൽക്കേണ്ടി വന്നത്. പക്ഷേ കുഞ്ഞിനുള്ള കോംപ്ലിക്കേഷൻ എന്നതിനേക്കാളുപരി മകൾക്കുണ്ടായിരുന്ന ശാരീരികമായ വലിയ പ്രയാസങ്ങളാണ് ആ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം എന്നതുകൊണ്ടാണ് മകളെ മാത്രം സാക്ഷ്യം പറയുവാൻ അനുവദിക്കാമെന്ന് കരുതിയതും. മകൾ പറയുന്നത് ആഗ്രഹിച്ച സമയത്ത് തന്നെ പ്രഗ്നൻസി അമ്മ മാതാവും തിരുക്കുമാരനും അനുവദിച്ച് നൽകി. എന്നാൽ അത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ഫൈബ്രോയിഡ് ഉണ്ടെന്നും അത് അല്പം അപകടകരമാം വിധം വളരുന്ന ഫൈബ്രോയിഡാണെന്നും അത് പ്രഗ്നൻസിയുടെ ഡെലിവറി സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും ഒക്കെ ഡോക്ടർമാരിൽ നിന്നും അറിവ് ലഭിക്കുന്നുണ്ട്. മകളന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. എന്നാൽ ആ ദിനങ്ങളിലൊക്കെയും മകളുടെ ബന്ധുവായ ഒരു ഡോക്ടർ, ഇവിടെ ഉടമ്പടിയിൽ ജീവിക്കുന്ന മകൾ, എന്നും ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പൂശി മകൾക്ക് വേണ്ടി, ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. വലിയ ആശുപത്രികളിലേക്ക് പലരും നിർദ്ദേശം വയ്ക്കുമ്പോഴും മകളെ നോക്കിയിരുന്ന ആ സിസ്റ്റർ ഡോക്ടറിനുള്ള വിശ്വാസം, അതുകൊണ്ട് മാത്രം ആ അതേ ആശുപത്രിയിൽ തന്നെ, ചെറിയൊരു ആശുപത്രിയിൽ തന്നെ ഡെലിവറിക്ക് പോകുന്നുവെന്ന് തീരുമാനിക്കുന്നു. മകൾ പറയുന്നുണ്ട്, ലേബർ പെയിൻ പോലും ഇല്ലാതെ 1 മണിക്കൂറിനുള്ളിൽ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നോർമൽ ഡെലിവറിയായി എനിക്ക് നൽകിയെന്ന്. ശരിക്കും അതിൻ്റെ സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ് മകൾ വന്നിവിടെ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്തതിന് ശേഷം മകൾ പറയുന്ന ജീവിതാനുഭവങ്ങളെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. മകൾ പറയുന്നുണ്ട്, PhD വേണ്ടിയുള്ള ആ രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ 2-3 ഡേറ്റുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന്, ഒരു ഡിസംബർ 14. അതിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ മകൾക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു നിർദ്ദേശമാണ് 2024 ഡിസംബർ 14 എന്നൊരു തീയതി അമ്മ മാതാവ് മകളുടെ മനസ്സിൽ തെളിയിച്ചു കൊടുക്കുന്നു. മറ്റൊന്ന്, മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് 96. മകൾ പറയുന്നു, സെപ്റ്റംബർ 6 എൻ്റെ ജന്മദിനമാണ്. ഈ 96 പലപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധയോടുകൂടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മകൾ പറയുന്നു, എനിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ നമ്പർ ലഭിച്ചത് 96, പക്ഷേ അത് അവിടെ വിധികൾ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് അന്വേഷിക്കുമ്പോൾ വേഗത്തിൽ എനിക്കത് അനുവദിച്ച് കിട്ടുന്ന വിധത്തിൽ മാറിക്കിട്ടുന്നു. മറ്റൊന്ന്, മകൾ പറയുന്നുണ്ട് 16, അത് 6+1, അത് 7 ആകുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ് 7-ാം തീയതി. ആ 7 അതുകൊണ്ട് വളരെ വിശ്വാസമുള്ളൊരു ദിവസമായി മാറുന്നു. 16 പേരെ തിരഞ്ഞെടുക്കുന്നു. 16-ാം തീയതി ഇൻ്റർവ്യൂ നടക്കുന്നു. അങ്ങനെ തീയതികൾ വെച്ച് മകളൊരു കണക്കപ്പിള്ള കൂടെയാണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് കണക്കാണ്. അതുകൊണ്ട് മുഴുവൻ കണക്കിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മകൾ മുഴുവൻ തീയതികൾ വെച്ച് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഇതിങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മാതാവ് തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, അക്കം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതൊക്കെ കൃപാസനത്തിന് വരുന്നവർ എപ്പോഴും ശീലിക്കുന്ന രീതികളാണ്. ജോസഫ് അച്ഛൻ എന്നും പറയും, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, നിങ്ങൾ സമയത്തെ മാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ ഇടുന്ന സമയത്തെ അമ്മ മാതാവ് ആദരിച്ചിരിക്കുമെന്ന് മകൾ പറയുന്നുണ്ട്. അത്ഭുതകരമായിട്ട് ഇന്ത്യയിൽ നിന്ന് 2 പേരെ മാത്രം തിരഞ്ഞെടുക്കുന്ന UPSCയുടെ ഒരു പരീക്ഷയിൽ മകൾ അതിൽ അത്ഭുതകരമായി ഉൾപ്പെടുന്നു. അതിൽ ഷോർട്ട് ലിസ്റ്റ് വരെ എത്തുന്നു, ഇൻ്റർവ്യൂവിലെത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ PGക്ക് എന്ത് പഠിപ്പിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള 3 വിഷയങ്ങൾ അങ്ങോട്ട് പറയുന്നു. അതുകൊണ്ട് അവിടെ തീരുമെന്ന് കരുതിയാണ് സൂചിപ്പിച്ചത്. പക്ഷേ ചോദ്യം മൊത്തം അവിടുന്ന് മാത്രം വന്നുകൊണ്ടിരുന്നു. കണ്ണീരോടുകൂടിയാണ് മകൾ ശരിക്കും പുറത്തേക്ക് വന്നത്. കാരണം ഇത്രത്തോളം എത്തിയിട്ട് ഈ ഇൻ്റർവ്യൂവിൽ ഞാനായിട്ട് പറഞ്ഞ വിഷയങ്ങളുടെ പുറത്താണല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങളും ചോദ്യങ്ങളും വരികയും എനിക്കത് ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റിയുള്ളൂ എന്ന ഒരു പ്രയാസത്തോടെ പുറത്തേക്ക് വരുന്നു. എങ്കിലും മകൾക്കൊന്ന് ഉറപ്പുണ്ട്, എനിക്ക് അനുവദിച്ചു തന്നൊരു തീയതി അത് 2024 ഡിസംബർ 14 ആണെങ്കിൽ ഞാൻ എൻ്റെ പ്രീ സബ്മിഷന് മുമ്പ് ആ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും എനിക്കൊരു ജോലിക്ക് ലിസ്റ്റിലുണ്ടാകണമെന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ തന്ന തീയതിയാണെങ്കിൽ ഇതിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുമെന്ന. പ്രിയമുള്ളവരെ, എത്ര സുന്ദരമായി, എത്ര നേർവഴിയിൽ അമ്മ മാതാവ് എല്ലാ കാര്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുവന്ന്
കഴിവ് കൊണ്ട് അത് പ്രാപ്തി കൊണ്ട് നേടേണ്ടതല്ലെങ്കിൽ കൂടിയും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മകൾക്ക് വേണ്ടി അങ്ങനെ വലിയൊരു പോസ്റ്റ്, വലിയൊരു ജോലിയിലേക്കുള്ള നിയമനം മകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നു. ഇത് ഉടമ്പടിയുടെ സുന്ദരമായ ഒരു സാക്ഷ്യമാണ്. ഉടമ്പടി ജീവിതത്തോട് പുലർത്തുന്ന വിശ്വസ്തത, അമ്മ മാതാവിൽ ശരണപ്പെട്ടുള്ള പ്രാർത്ഥന, ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന പ്രത്യാശയോടുകൂടി ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ കാണിക്കുന്ന മനസ്സ്, അത് മുഴുവനും ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു അടയാളമാക്കി അമ്മ മാതാവ് മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.